ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ കാണിച്ച സാരീസിനൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സാരീസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മൾ മാക്സിമം ഡിസൈൻസ് ഒക്കെ തന്നെ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മൾ ഓരോ കളേഴ്സ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കളക്ഷൻ, ഇതും നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നൊരു കളക്ഷനാണ്. നമ്മൾ നമ്മുടെ ക്രിസ്മസ് വീഡിയോയിൽ വൈറ്റ് സാരിയിൽ ചിക്കൻകാരി വർക്കുള്ള സാരീസ് ഡിസ്പ്ലേ ചെയ്തായിരുന്നു. ആ സമയത്ത് നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചു കളേഴ്സിൽ ചിക്കൻകാരി വരുന്ന സാരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നമ്മൾ നല്ല കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സിനകത്ത് ചിക്കൻകാരിയുടെ നല്ല ഹാൻഡ് വർക്ക് വന്നിരിക്കുന്ന സാരീസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാം നല്ല ഷെയ്ഡ്സും നല്ല റിച്ച് ആയിട്ടുള്ള ചിക്കൻകാരി വർക്കും വന്നിരിക്കുന്ന പോലത്തെ സാരീസ് ആണ്. നമുക്ക് ഓരോരോ കളേഴ്സ് വെച്ചിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. സ്കൈ ബ്ലൂ ഷെയ്ഡിനകത്ത് നല്ല റിച്ച് ആയിട്ട് എൻ്റെ പല്ലു പോർഷൻ ഇത് കണ്ടോ, റിച്ച് ആയിട്ട് ഇതുപോലെ വർക്ക് വന്നിരിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള ചിക്കൻകാരി വർക്കാണ്. ചിക്കൻകാരി വർക്ക് എല്ലാവർക്കും അറിയാം, ലക്നൗയി ആയിട്ടുള്ള ട്രഡീഷണൽ വർക്കാണ്, ഹാൻഡ് വർക്കാണ് ഇത് മൊത്തം വരുന്നത്. ഒരു ഷാഡോ വർക്കിന്റെ ഒരു ഇതാണ് ചിക്കൻകാരി വർക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഷാഡോ വർക്കിൽ നമ്മൾ വരുന്ന അതേ വർക്ക് തന്നെയാണ് വരുന്നത്. ഈ ലക്നൗയി വർക്ക് ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ ഇത്രയും ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് തന്നെ ഉടുത്ത് വരുമ്പോൾ അത്രയും റിച്ച് ലുക്കാണ്. കാര്യം നമ്മൾ ഹാൻഡ് പിക്ക് കളക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതുണ്ട്. ഇതിന്റെ പല്ലു പോർഷനാണ് ഈ കാണിക്കുന്നത്. പല്ലുവിന്റെ എൻ പോർഷൻ വരുന്നത് നല്ല റിച്ച് ആയിട്ടൊരു ബോർഡർ വന്നിട്ട് ബാക്കി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ചെറിയ ചെറിയ മോട്ടീവ്സ് നല്ല തിക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ഫുള്ളിൽ ആ ഒരു സ്കൈ ബ്ലൂവിൽ വൈറ്റ് ചിക്കൻകാരി വർക്ക്സ് എപ്പോഴും വരുന്നത് കൂടുതലും കളേഴ്സിൽ വരുമ്പോൾ വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഉറച്ചു നിൽക്കുന്ന വർക്കല്ല പോലും ഇത്രയും തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഈ സാരിയിൽ ഫുള്ള് വരുമ്പോഴത്തേനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ലുക്കാണ് വരുന്നത്. ഇതിന്റെ ഫുൾ ബോഡി പാർട്ടിലും ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട്. ബോഡി പാർട്ടിലോട്ട് വരുമ്പോഴത്തേനും ചെറിയ ഫ്ലവർ ഡിസൈൻ ഇതുണ്ട്. ഇത്രയും വരെ ഇതിന്റെ പല്ലു പോർഷനായിട്ട് വരുന്നുണ്ട്. ഇത്രയും പോർഷൻ, അതായത് നമ്മൾ ഏകദേശം നമ്മുടെ ചെസ്റ്റ് തൊട്ട് തന്നെ വരുന്നത് പോലെ പല്ലു പോർഷന്റെ വർക്ക് വരുന്നുണ്ട്. ഈ ഒരു സ്കാറ്റർഡ് ചെയ്തേക്കുന്ന വലിയ ഫ്ലവേഴ്സ് നമ്മുടെ ചെസ്റ്റ് പോർഷൻ അവിടെ തൊട്ട് വരുന്നത് പോലെ, പല്ലുവിന്റെ എൻഡ് വരുന്നത് ഈ ഒരു ഹെവി വർക്ക് വെച്ചിട്ട് വരുന്നത് പോലെ അത്രയും ഒരു ചെസ്റ്റ് തൊട്ട് വർക്ക് വരുന്നുണ്ട്. ബാക്കിയുള്ള ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ ഒരു പാറ്റേണിലാണ് വർക്ക് വരുന്നത്. ചെറിയ ഒരു മോട്ടീവ്സ് നമ്മൾ ആ ഇതിനിടയ്ക്ക് കണ്ട പോലത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ് വന്നിരിക്കുന്ന പോലെ ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത്. പിന്നെ രണ്ട് വശത്തൂടെ ആ ഒരു ബോർഡർ വർക്കും വന്നിട്ടുണ്ട്. ബോർഡറിൽ ഫുള്ളായിട്ട് ഭയങ്കര വീതിയുള്ള ബോർഡർ അല്ല, കുഞ്ഞു ബോർഡറാണ്. എന്നാൽ പോലും ഒരു നല്ല ചിക്കൻ വർക്കിന്റെ നല്ലൊരു ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ചെറിയ ബോർഡർ ആണെങ്കിലും ഉടുത്ത് കഴിയുമ്പോൾ നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് തന്നെ കിട്ടുന്ന പോലത്തെ ഒരു നല്ല സാരിയാണ്. ഷെയ്ഡ് ആണെങ്കിലും എല്ലാവർക്കും ചേരുന്ന പോലത്തെ സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. ഫുൾ ബോഡിയിലും ഇതുപോലെ ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ എല്ലാം ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരും. ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിന്റെ സ്ലീവ്സിലും വർക്ക് വരുന്നൊരു പാറ്റേണിൽ തന്നെ ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ഇതുണ്ട്, ഇങ്ങനെ ഇതിന്റെ ബ്ലൗസ് വരുന്നത്. സ്ലീവ്സിൽ രണ്ടിലും വർക്ക് വരുന്ന പോലെ ഇതിന്റെ ബ്ലൗസ് വരുന്നത്. സ്ലീവ്സിന്റെ പാറ്റേൺ ആണ് ഈ ഒരു വന്നിരിക്കുന്ന രണ്ടും. നമ്മുടെ ബോഡി പോർഷനിൽ വന്നിരിക്കുന്ന ആ ചെറിയ മോട്ടീവ്സും അതുപോലെ ആ ബോർഡറും സ്ലീവ്സിന്റെ എൻഡിൽ കൂടെ വരുന്നത് പോലെ രണ്ട് സ്ലീവ്സിലും അതേ പാറ്റേണിൽ വർക്ക് വരുന്നത് പോലെ തന്നെയാണ് ഇതിന്റെ വിത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്ത് ഫുൾ വർക്കുള്ള ഒരു സാരി ആയിട്ട് തന്നെ നമുക്ക് ഉടുക്കാൻ പറ്റും. അതുപോലെ ചിക്കൻകാരി വർക്ക് എപ്പോഴും എത്ര വർഷം കഴിഞ്ഞാലും, പണ്ട് ഒത്തിരി വർഷം തൊട്ടൊക്കെ ആണെങ്കിലും എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വർക്കാണ്. എസ്പെഷ്യലി ഹാൻഡ് വർക്കും ഇങ്ങനത്തെ ട്രഡീഷണൽ വർക്ക്സ് ഒന്നും ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവത്തില്ല. പിന്നെ ആ ചിക്കൻകാരിക്ക് വരുന്ന ഒരു റിച്ച്നെസ്സും അല്ല, ആ ഒരു ഭംഗിയൊക്കെ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവാത്തത് കൊണ്ട് തന്നെ ഒത്തിരി ചിക്കൻകാരി ഫാൻസ് നമുക്കുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചിക്കൻകാരി വർക്ക്സ് ചോദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ഇതിന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതിന് ശേഷം ഇപ്പം വീണ്ടും ചിക്കൻകാരിയുടെ പാറ്റേൺസ് വന്നിരിക്കുവാണ്. ഈ സാരിയുടെ എല്ലാം പ്രൈസ് വരുന്നത് 2859 ആണ്. 2859 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നല്ലൊരു പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു ബ്രൈറ്റ് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റും. ഒരു പേസ്റ്റൽ ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു ബ്രൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഇത് കണ്ടോ, നമുക്ക് വീഡിയോയിൽ അത്രയും ആ ഒരു ബ്രൈറ്റ്നെസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ ഒരു സ്കിൻ ടോൺ ഒക്കെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്ന പോലത്തെ, അതുപോലെ ഈ വർക്കിനൊക്കെ നല്ലൊരു ബ്രൈറ്റ്നെസ് കൊടുക്കുന്ന പോലത്തെ ആ ഒരു വൈറ്റ് നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുന്ന പോലത്തെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. കാര്യം എല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് ആണെങ്കിലും നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ് തന്നെയാണ്. ലൈറ്റിൽ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് അല്ല വന്നിരിക്കുന്നത്, നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഈ വർക്ക് എല്ലാം വന്നിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഡിസൈൻസ് എല്ലാം സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പല്ലുവിന്റെ എൻഡ് വരുമ്പോഴത്തേനും നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊട്ട് മുമ്പ് ചെസ്റ്റ് തൊട്ട് പല്ലു വരെ വരുന്ന പോലത്തെ ഭാഗത്ത്
ഇച്ചിരി വലിയ മോട്ടീവ്സ് അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ആ ഒരു ചെറിയ വർക്ക്, ചെറിയ മോട്ടീവ്സ്, ഇതുപോലെ ചെറിയ മോട്ടീവ്സും ബോർഡേഴ്സുമാണ് വരുന്നത്. ഫുൾ ബോഡിയിലും ഇതുപോലെ ഈ ഒരു ബോർഡറും ഇതുപോലെ ചെറിയ മോട്ടീവ്സും ഉണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച സാരിയിൽ കാണിച്ചതുപോലെ തന്നെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ബ്ലൗസിൽ വരുമ്പോഴത്തേനും സ്ലീവ്സിൽ വർക്ക് വരും. ഇതുണ്ടോ, ബ്ലൗസിൽ വരുമ്പോൾ ഇതുപോലെ സ്ലീവ്സിൽ, 2 സ്ലീവ്സിലും ആ സെയിം വർക്ക് വരും. സെയിം പാറ്റേൺ തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. പ്രൈസും സെയിം തന്നെയാണ്. 2859 ആണ് സാരീസിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ശരിക്കും വർത്ത് ആയിട്ടുള്ള, ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ഒരു 3000 ബിലോ റേഞ്ചിൽ കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും വർത്ത് ആയിട്ടുള്ളൊരു പ്രൈസുമാണ്. മെറ്റീരിയൽ ആണെങ്കിലും പ്യുവർ കോട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഇത്രയും നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ സാരീസ് വരുമ്പം നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് സമ്മർ സീസണിലോട്ടൊക്കെ ഇനിയിപ്പോൾ നമ്മൾ വരുക, അപ്പം നമുക്ക് ആ ഒരു സീസണിലൊക്കെ മാക്സിമം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സും ആണ്. മറ്റേ ഡാർക്ക് ഷെയ്ഡ്സിനേക്കാളും നമ്മൾ സമ്മറിലോട്ടൊക്കെ വരുമ്പോഴത്തേനും ഇതുപോലത്തെ ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. കോട്ടൺ ആയതുകൊണ്ട് അങ്ങനെ മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് ഈ സീസണിൽ പറ്റുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇതിൻ്റെ യെല്ലോ ഷെയ്ഡാണ്. ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ഒരു ഭയങ്കര ഒരു എറിച്ച് നിൽക്കുന്ന ആ ഒരു യെല്ലോ അല്ല, നല്ല മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് യെല്ലോയിൽ വന്നിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഡിസൈൻസിലൊന്നും ഡിഫറൻസ് ഇല്ല, സെയിം ഡിസൈൻ തന്നെയാണ്. പല്ലു പോർഷൻ്റെ എൻഡും എല്ലാം അതുപോലെ തന്നെ നമുക്ക് സെയിം ഡിസൈൻസാണ് വന്നിരിക്കുന്നത്. റേറ്റ് ആണെങ്കിലും സെയിം ആണ്. മെറ്റീരിയലും എല്ലാം ആകെ നമുക്ക് ബേസ് വരുന്ന കളർ മാത്രം വ്യത്യാസം വരുന്നതേ ഉള്ളൂ. എല്ലാ സാരീസിലും വൈറ്റ് കളറിൽ തന്നെയുള്ള ത്രെഡ് വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഷാഡോ വർക്കിൻ്റെ, ചിക്കൻകാരി വർക്കിൻ്റെ എല്ലാ എലഗൻസും എടുത്ത് കാണിക്കുന്ന പോലത്തെ ഷെയ്ഡ്സാണ് എല്ലാം തന്നെ. അതുപോലെ എല്ലാ കോമ്പിനേഷനുള്ളവർക്കും ചേരുന്ന കളേഴ്സുമാണ് എല്ലാം. ഒന്നും ഭയങ്കര ഡാർക്കർ ഷെയ്ഡല്ല, ലൈറ്റ് ഷെയ്ഡിന് തന്നെ ബ്രൈറ്റ് ഷെയ്ഡ്സിനേ ഉള്ളൂ. എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒത്തിരി ഇപ്പം തന്നെ ഇച്ചിരി ലെങ്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയാം. എന്നാലും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സാരീസ് ക്ലിയർ ആയിട്ട് കാണണമല്ലോ, അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. സെയിം ആ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇതിനും ബ്ലൗസ് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവിൽ സെയിം വർക്ക് തന്നെ വരുന്ന പോലെയാണ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ്സ് സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രൈസും സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിൽ ലാസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ടൊമാറ്റോ പിങ്ക് ഷെയ്ഡാണ്. നമുക്ക് കോട്ടൺ ചെക്കോട്ടയിലൊക്കെ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ടൊമാറ്റോ പിങ്ക് ഷെയ്ഡാണ്. ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ്. നന്നായിട്ട് ആ വൈറ്റിനെ കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഷെയ്ഡും കൂടിയാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡ്. നല്ല ഭംഗിയുണ്ട്. ഇത് ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും. ഇതിൽ വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഫ്ലവേഴ്സിൻ്റെ ആ ഒരു പാറ്റേണിൽ. അതായത് ഡിസൈൻസിൽ നമ്മൾ ഇത്രയും നേരം കാണിച്ച ഒരു ഡിസൈനിൽ ചെറിയ ഫ്ലവർ പാറ്റേണിൽ മാത്രം ചെറിയൊരു വ്യത്യാസം, വലിയ ഹ്യൂജ് ഡിഫറൻസ് അല്ല. സൈസൊക്കെ സെയിം തന്നെയാണ്. ഡിസൈനിലുള്ള ചെറിയ ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ പെട്ടെന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് അറിയാൻ പോലും പറ്റില്ല. ചെറിയ ഒരു നേരത്തെ വേറെ ഡിസൈൻ ആയിരുന്നു, ഇതിപ്പം സെയിം പാറ്റേണിൽ തന്നെ വേറെ ഡിസൈൻ ആണെന്നത്രേ ഉള്ളൂ. ഇതിൻ്റെയും ആ ഒരു പാറ്റേൺ ഓഫ് ഡിസൈനൊക്കെ സെയിം തന്നെയാണ്. അതായത് നമ്മൾ പല്ലു ചെസ്റ്റ് പോർഷൻ്റെ അവിടെ വരെ ഇങ്ങനെ വലിയ മോട്ടീവ്സും, അതുപോലെ പല്ലുവില വലിയ ബോർഡറും, ബോഡി പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലത്തെ ചെറിയ ഫ്ലവേഴ്സും ബോർഡറും ഒക്കെ അതങ്ങനെ ആ പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ്. ബ്ലൗസ് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു സ്ലീവ്സിൽ വർക്ക് വരുന്ന പോലത്തെ ബ്ലൗസ് പാറ്റേണും ഒക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ്. 2857 ആണ്, 59 ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഈ 4 കളേഴ്സിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പം ഇത്രയും ഷെയ്ഡ്സാണ് നമുക്ക് ഈ ഒരു സാരിയിൽ അവൈലബിൾ ആയിട്ടുള്ള. ഇതിൻ്റെ ബ്ലൗസ് ഉള്ളിലായിപ്പോയി, അതുകൊണ്ടാണ് എടുക്കാൻ ഇച്ചിരി പാട്. ഫുള്ളെല്ലാം നൂർത്ത് ഉടയ്ക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ എടുത്ത് കാണിക്കുന്നത്. ഇതുകൊണ്ട് ബ്ലൗസ് വരുന്നത് സെയിം ഇതിൻ്റെ സ്ലീവിൽ ഇതുകൊണ്ട് ഇതുപോലെ വർക്ക് വരുന്ന പോലെ തന്നെ ഇതിൻ്റെയും ബ്ലൗസ് വരുന്നത് ഉണ്ടോ. എല്ലാം ഇട്ട് ഉടയ്ക്കേണ്ട കോട്ടൺ, നല്ല കോട്ടൺ സാരീസ് അല്ലേ, അപ്പം നമ്മൾ ഒത്തിരി ഉടയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒത്തിരി നൂർക്കാത്ത സെയിം ഡിസൈൻ ആണല്ലോ. എല്ലാ സാരീസും സെയിം ഡിസൈൻ ആയതുകൊണ്ട് നമ്മൾ ഫുള്ളിട്ട് ഉടയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കാണിച്ചിരുന്നാലും ഞാൻ മാക്സിമം എല്ലാ ഡിസൈൻസും തുറന്ന് കാണിച്ചിട്ടുണ്ടെന്ന് തന്നെ വിശ്വാസം.
അപ്പം ഇത്രയും ഈ 4 ഷെയ്ഡ്സ് ആണ് നമുക്ക് ഈ ഒരു ചിക്കൻകാരി പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇനി പുതിയ ഷെയ്ഡ്സ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് ഒക്കെ സജഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയുവാണെങ്കിൽ, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതുപോലെ ഈ സാരി കളേഴ്സ് ആർക്കെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലത്തെ കൂടുതൽ ഹാൻഡ് പിക്ക് കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.